സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഓരോ ദിവസവും പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന ഒരു അത്ഭുത അൾത്താരയുടെ അരികിലാണ് നമ്മൾ നിർത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത്, കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത് നമുക്ക് നമ്മുടെ മുമ്പിലെ ദൈവത്തിൻ്റെ ആധ്യാത്മികതയുടെ ആഭിമുഖ്യത്തിൽ, ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ സുനിശ്ചിതമായ ബലത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബൈബിൾ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയുടെ മുഴുവൻ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ലൈറ്റ് വെയ്റ്റനിങ്, ടൈം ഷോർട്ടണിങ് ആൻഡ് പ്രസൻസ്. ഇന്നുവരെ നമ്മൾ മനുഷ്യർ ചെയ്ത ഉടമ്പടിയും അവർക്ക് അനുഭവവേദ്യമായ ദൈവാനുഭവത്തെയും കാറ്റഗറിക്കലായിട്ട് 4 തിരിക്കുകയാണ്. ഒന്ന്, ബൈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് വളരെ പർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭ്യമായിരുന്നത്. പക്ഷെ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സംസർഗം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ, ജോയേൽ പ്രവാചകന് കൊടുത്ത വാഗ്ദാനം നമ്മളിലെ സർവ്വജനീനമായി നിറവേറുന്ന കാണാം. എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ യുവാക്കന്മാർക്ക് എന്നാ ഉണ്ടാകണത്? ദർശനങ്ങളാണ്. ദാറ്റ് മീൻസ് യുവാക്കന്മാർ പക്വതയിലേക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു 10-40 വയസ്സിൻ്റെ ആധ്യാത്മിക പക്വത വരും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ഇന്ന് ഒരു 10 പേര് ഉടമ്പടി എടുത്താൽ 60% സക്സസ് റേറ്റാണ്. 10 പേര് ഉടമ്പടി എടുത്താൽ 6 പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരുന്നത്. അതായത് നോട്ട് ബൈ മെറിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ
ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റനിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെദർ ടച്ചിൽ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും. നമുക്ക് താങ്ങാൻ നമ്മളിതെങ്ങനെ ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ. ഈ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ H1B വിസ, അത് അമേരിക്കൻ വിസയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്, അതായത് ഡീന മറിയം ഒരു ഓർത്തഡോക്സ് സഹോദരിയാണ്. ആദ്യം പ്രായമില്ല, ഒരു ചെറുപ്പക്കാരത്തിയാണ്. ഡീന മറിയത്തിൻ്റെ സാക്ഷ്യം അവർക്ക് ആവശ്യം വന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോവുകയാണ്. ലാസ്റ്റ് അവർക്ക് വേണ്ടത് H1B വിസയാണ്. അതവിടെ പെർമനൻറ്റ് റെസിഡൻസിലെ. അത് പക്ഷേ കിട്ടണത് ലോട്ടറിയിലാണ് വരുന്നത്. ലോട്ടറിക്ക് 7 ലക്ഷം ആപ്ലിക്കേഷൻസാണ്. ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ. ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കുറി എടുക്കത്തില്ല, ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല. അതുപോലെ ലോട്ടറിയിലാണ് H1B വിസ കിട്ടുന്നത്. കാര്യം 65,000 സീറ്റേ ഉള്ളൂ. അമേരിക്ക 65,000 H1B വിസയെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻസ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത്, അതിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തൊരു പാടാണ്. പ്രൊസീജിയറെല്ലാം കഴിഞ്ഞാൽ തന്നെ 7 ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ മറിയവും ഹസ്ബൻഡും തിരിച്ചു പോരേണ്ടി വരും. അപ്പോഴും മറിയം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതായത് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥന എങ്ങനെ വന്നാണ്? കൃപാസനം കണ്ടുപിടിച്ചാണോ? അല്ലല്ല. ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ, ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ്. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും. എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല. കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും. ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അയ്യോ ഡേറ്റ് ഞാൻ ഇട്ടെന്നും പറഞ്ഞ് ദൈവം അത് മാനിക്കുമോ, നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും. ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ഈ ആഞ്ഞിലിക്ക് വെള്ളം ഉള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും. ആഞ്ഞിലി 1000 വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ 1000 വർഷം, അകത്ത് വെള്ളയാണ്. നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട്. അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറെ കയറും. വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഇളയ ആഞ്ഞിലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ്. മൂത്താഞ്ഞിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ബൈബിൾ പറയും, ഇളയ ആഞ്ഞിലിയാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, കാതലുള്ളവരായി വരുമെന്ന്, ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന് കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ഇന്നത്തെ മനുഷ്യൻ, അതായത് ഉടമ്പടി മനുഷ്യൻ, ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഉടമ്പടി മനുഷ്യന് വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ബൈബിൾ ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും, ജഡിക മനുഷ്യൻ എന്ന് പറയും. ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനന്റ് മാൻ? എന്താണത്? അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം സുന്ദരമായ രീതിയിൽ. ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും. മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദനശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത്, എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോസസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:11. പുറപ്പാട് പറഞ്ഞേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഇപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. കാര്യം ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ
നിൻ്റെ ശത്രുക്കൾ ഫറവോ പറയും, അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ചവർ കൊന്നു കളഞ്ഞെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഷെയിമാവും. നിനക്ക് ഷെയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നെ നീ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അവൻ സ്നേഹിതനോട് പോലെ ദൈവം മാത്രമല്ല, മോസസും ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം. ഇപ്പോൾ ഡീന മറിയം എന്താ പറയണത്? കർത്താവേ, ഞാനൊരു ഡേറ്റ് ഇടും, മാർച്ച് 27. മാർച്ച് 27-നുള്ളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞാനത് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ മാർച്ച് 27 പറഞ്ഞ ആ ഡേറ്റ് വരിടുകയാണ്. ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് 7.5 ലക്ഷം ആപ്ലിക്കൻറ്റിൽ നിന്ന് 65,000 ഉള്ളൂ. 65,000 ആണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത്. അതിൽ ഇവരുടെ പേര് ഉൾപ്പെടണ തന്നെയല്ല. ഡീന മറിയം പറയണത് എന്താണ്? അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഈ വിസ തന്നാൽ പോരാ, എൻ്റെ ഡേറ്റ് തരണം. കാര്യം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അതാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതം ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 10:08 സൂചി കാണിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് ഡേറ്റ് വരണത്. നമ്മൾ കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല. മറിച്ച് ഡേറ്റ്, സമയം, മണിക്കൂർ, ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയഘടികാരമായി നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് ദൈവ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, സമയം, നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം വരമാതാവേ. കൃപാസനത്തിൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം വരമാതാവേ. വാഗ്ദാന പേടകമേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം വരമാതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായി നടത്താം. ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. വെരി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല, നിങ്ങൾക്ക് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇപ്പോഴും നടക്കത്തില്ല. ഇതാണ് വിഷയമല്ല. നിങ്ങളിൽ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാരി ചേർത്തക്കാരത്തിയാണ്. അവളുടെ പേര് ആൽഫിയയുടെ സാക്ഷ്യം. ആൽഫിയ വളരെ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഈ +2 വിദ്യാർത്ഥി അവൾക്ക് UK പോയി പഠിക്കണം. അവളുടെ വീട്ടിലെ പ്രമാണം 8 ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ്. പിന്നെ എങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം? UK പോയി പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ വേണം.
അതേസമയം തന്നെ ബാങ്ക് ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ്, 8 കൊല്ലമായിട്ട് പലിശ കയറിയിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എനിക്ക് അവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നണേ. കാര്യം കണ്ടില്ലേ, ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ, അവർക്ക് ഉള്ള പ്രമാണം വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ്. 8 വർഷമായിട്ട് അവൻ്റെ പലിശ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ പ്രശ്നം എന്താണ്, ഇവൾക്ക് +2 കഴിഞ്ഞിട്ട് UK പോയി പഠിക്കണം. കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. പക്ഷേ UK പോകണമെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ ഇവളെന്താ ചെയ്യണത്, ഈ 38 ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും. പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ പത്രമേ, ചില ആൾക്കാർക്ക് പത്രം ഈ മടിച്ചികളൊക്കെ ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടി പോരരുതില്ലേ. നിങ്ങൾ പത്രം ചാണ്ടിയാൽ അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും. ഒരു സംശയമില്ല, കാരണം ദൈവസ്നേഹമില്ലല്ലോ. കാര്യം ദൈവസ്നേഹം അകപ്പാട് ഇതിനകത്തുള്ള ദൈവസ്നേഹ പ്രവർത്തനം പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ്. കാര്യം ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ. പക്ഷേ പത്രം അങ്ങനെയില്ല. പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത്. അപ്പം പ്രേക്ഷിത ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, വിതരണം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളറിയാം, നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് ചെന്നർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കാരണം ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ്, അത് പത്രപ്രവർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അത് കാണുന്നവർ അത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ രോഗിനൊക്കെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുക, അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനൊരു 25 മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ 75 മാർക്ക് കിട്ടും. അതാണ് വ്യത്യാസം വരണത്. ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത് അതാണ്. അവർ രോഗികളെ കാണും, ദാനധർമ്മം ചെയ്യും, വസ്ത്രം കൊടുക്കും, പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തിട്ടും അവിടെ നിന്ന് ഓടിക്കളയും. ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങളെ വെറും 2 മാർക്കാക്കി മാറ്റിക്കളയും. കാര്യം ഒന്നാമത്തിൽ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് തരേണ്ട 18 പത്രമാണെങ്കിൽ 18 പേർക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തർ കൊണ്ട് വെച്ച് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കൊന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും, പക്ഷേ അതല്ല പ്രശ്നം. നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ദൈവസ്നേഹം വേണം. അതാണ് പ്രശ്നം. അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. കാര്യം നിങ്ങളുടെ ചമ്മൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, ഇതിനെല്ലാം വ്യയം ചെയ്യാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമെന്നാണ്, വേറെ ഒന്നുമല്ല. മറ്റുള്ളവരെന്ത് ഓർക്കും, ഞാൻ ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ലേ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ, അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയാണ്, മറ്റുള്ളവരുടെ ഓർമ്മയല്ല. അതിന് പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത്. വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ 10, 18, 20 പത്രമാണെങ്കിലും ഈ 18 പേർക്ക് കൊണ്ടുനടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷേ കുരിശ് തുണിയില്ലാതെ കിടന്ന നിൻ്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കുള്ളതും ഈ പത്രപ്രേക്ഷിതത്തിലാണ്. അതിലാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ 80% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്രം ഇടുമ്പോൾ തന്നെ ഒരു 100-120 സാക്ഷ്യം വരികണേ. ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല, ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ്. ആരും ചിന്തിക്കല്ലേ? ലോകത്ത് ഒരുപാടത്തും ഇല്ലാത്ത സംഭവമാണ്. എല്ലാ മാസവും 100-150 സാക്ഷ്യമാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി. അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്കി വരണം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം. പറഞ്ഞേ, കർത്താവേ ഞാൻ വഴി പത്രപ്രേക്ഷിതത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്കി വരാൻ, നിന്നെ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വഴി ആയിരക്കണക്കിന് മനുഷ്യര് മനുഷ്യര് നിന്നെ അറിയുവാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നണം. ഇപ്പം എങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ച പള്ളിയിൽ വെച്ച നീ അവിടുന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തിന് തോന്നും. അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സ് ആകും. കാര്യം അത് വെച്ചാണ് അസസ്മെൻ്റ് നടക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം, ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടത്തേക്ക് നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവസ്റ്റ് ചെയ്യണത്? അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതിഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി എന്നും പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ 97 അവളുടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം 97,000 പേര് കാണുകയാണ്. അപ്പോൾ ഇന്നത്തത് കൊണ്ട് 1,00,000 പേര് ഹണിയുടെ സാക്ഷ്യം കാണും. എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം 1,00,000 പേര് ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണുന്നത്? അത് ഇടിച്ചു കുത്തിയാണ് ഇത് പറയണത്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ്. ഇവിടെ മുഴുവനും അഭിഷേകം നിറയണം. കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യം അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഭർത്താവിന് 85% നടുവിൽ ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ്. മരിച്ചു പോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 85% നട്ടലിൻ്റെ 80% ഡാമേജായി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത്. പിന്നെയും കുറേ ഡാമേജുകൾ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ 4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. 4 ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കർത്താവിൽ അവളുടെ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കർത്താവ് ഒറ്റ ഓപ്പറേഷൻ ഇല്ലാതെ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ശ്രുതികട ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിന്റൺ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി. വെച്ച് കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:38 കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, തന്നെ അന്വേഷിച്ച് വരുന്ന അപ്പോസ്തലന്മാരോട് എന്താ ചോദിക്കണത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ്? അവളുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത്. അവസാന ഘട്ടത്തിൽ മേരി മഗ്ദലിൻ ഈശോയോട് അന്വേഷിക്കുന്നുണ്ട്,
20:15 യോഹന്നാൻ്റെ സുവിശേഷം. മേരി മഗ്ദലിനോട് ഈശോ ചോദിക്കും, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പം ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ്. ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു, പിന്നീട് അതിലൂടെ പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്തെ തന്നെ അനുഭവിക്കുന്നു, ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. അതാണ് മേരി മഗ്ദലിനോട് ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴവൾ പറയുന്നൊരു വാക്കുണ്ട്, അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത്. അവളെന്താ പറയണത്? അതായത് 20:15 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അവൾ പറഞ്ഞു, പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. പറഞ്ഞേ. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. അങ്ങ് പറഞ്ഞേ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ച് വരികയാണ്. സുഗന്ധ തൈലങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിൽ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല. 6 മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാകും, അപ്പോഴ് സാപത്താകും, പിന്നെ പൂശാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം, മതിയായെന്ന് തോന്നരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്ര സ്നേഹിച്ചാലും പോരെ എന്ന് തോന്നണം ദൈവത്തോട്. ദൈവമേ, നിൻ്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്കാവും, ഇന്നത് ഫയറാകും. എന്തിനാണെന്നറിയാവോ? നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത്. ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിൽ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ, അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ? കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവേദന ഇന്ന് നിൻ്റെ ഉടമ്പടി ഫയറാകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. അസസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളെപ്പോഴും അസസ്മെൻറ്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈശോ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 5:42. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ഒരു വേർഡ് എപ്പോഴും ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ എപ്പോഴും പറയും. എന്നുവെച്ചാൽ ഓരോ വേർഡിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ദൈവവചനം തന്നെയായിരിക്കും. ഓരോ വേർഡിനും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡുണ്ട്, അതും ദൈവവചനം തന്നെയായിരിക്കും, എഴുതപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം. അതെന്താണ്? ഇപ്പം യോഹന്നാൻ 5:42 എന്താ പറയണത്? എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. എന്തറിയാം? നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട്. അതതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. കർത്താവിൻ്റെ അസസ്മെൻറ്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടണം. എന്താണ്?
എനിക്ക് നിന്നെ അറിയാം, നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. അതാണ് വിഷയം. ദൈവം നോക്കണത് അതാണ്. ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിന്നെ അറിയാം. നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. ആരോട് പറഞ്ഞാണ്? മേരി മാഗ്ഡലിനോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. മനസ്സിലായി? നിനക്കറിയത്തില്ല, നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത്. പക്ഷെ ഐ നോ യു. എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത്? നീ എന്താ ചോദിച്ചത്? പ്രഭു. പറഞ്ഞേ, പ്രഭു. പ്രഭു അങ്ങാണ് അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തോണ്ട് പോകാം. അതെന്താണ്? അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. എന്താണ്? നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിനേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസ്നേഹം നിറയുന്നുവോ അന്ന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. കാര്യം ഇത് ഉടമ്പടിയാണല്ലോ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റ് അല്ലേ. ദൈവം ഒരു പേഴ്സൺ, നമ്മളൊരു പേഴ്സൺ, നമ്മളും ദൈവവും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പക്ഷേ അതിന് കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ. എന്താണ്? ആദ്യം നമ്മൾ അസസ് ചെയ്യണം, ഇതിനുള്ള ദൈവസ്നേഹം എന്നിലുണ്ടോ. ഒരു ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹമുണ്ടോ? പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞാനുമായി ഒരു ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ അമിത സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ മേരി മാഡൽ എന്താ പറയണത്? പ്രഭു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കല്ലേ ആള്, കല്ലറയിൽ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ. അപ്പം ഈ ചില്ലിപ്പാളി, കണ്ണീരിൻ്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത്. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ട് അവൾ പറയും, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക. അപ്പം ഉയർത്തെഴുന്നേറ്റ കാര്യം അവൾക്ക് അറിയത്തില്ല. അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ആ വേദപാഠം അറിയത്തില്ല, അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല. ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണല്ലോ സഭയുടെ അവസ്ഥ. ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തൂങ്ങുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷ വേല നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ജീവിതം അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും വലുതായിട്ട് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 17:3 ഏകസത്യദൈവമായ അവിടുത്തെയും പറഞ്ഞേ, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത്. നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിനക്ക് ദൈവത്തുള്ള സ്നേഹത്താലാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഈ സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്നു, ഉടമ്പടി ഫയറാകാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? നമുക്ക് എളിമ രൂപപ്പെട്ടു വരും.
മനസ്സിലായി? നമുക്ക് സ്നേഹ പാരവശ്യം മാത്രമല്ല, ഇപ്പം ഹണിയുടെ സാക്ഷ്യത്തിൽ അതാണ് പറയണത്. ഹണി എന്താ പറയണത്? ഞാനിപ്പോൾ ഈശോയോട് നേരിട്ട് സംസാരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി ഈശോയെ സ്നേഹിക്കുമ്പോൾ ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കേട്ടോ, ഈ മനുഷ്യരൊക്കെ ഇപ്പോൾ ദൈവഹിതം അറിഞ്ഞാൽ ജീവിക്കണത്. ദൈവഹിതം, അതായത് ഒരു വ്യക്തി ആധ്യാത്മികമായി ജീവിക്കണത് എങ്ങനെയാണ്? ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത്. അതായത് ഇതിനകത്ത് വേറെ രസമുണ്ടായി. ഈ ദിവസങ്ങളിൽ നന്ദന കട്ടപ്പനയെന്നൊരു മകൾ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷെ നീ ആഗ്രഹിക്കാത്ത ചെറുക്കൻ എനിക്ക് ആവശ്യമില്ല. നന്ദനയാണ്. നന്ദനെ ആര് പഠിപ്പിച്ചത്? നന്ദന പറഞ്ഞ, കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷേ ഈ ചെറുക്കൻ നീ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എന്നോട് പറയണം. ഞാൻ നിനക്ക് 10 ദിവസം തരാം. 10 ദിവസത്തിനുള്ളിൽ, കുറേ നാളായിട്ട് ഇവർ വിളിക്കാതിരിക്കുകയാണ് ചെറുക്കൻ്റെ ആൾക്കാർ. 10 ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിക്കണം. അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് കൃപാസനത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും, ഈ കല്യാണം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു, ദൈവഹിതമല്ലെന്ന് പറയുമെന്ന്. എങ്ങനെ ഉണ്ട് പരിപാടി? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 സ്നേഹമേ, സ്നേഹമേ, ആരാധന. അപ്പം ഈശോയിലേക്കുള്ള വഴികളിൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ലീപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? 2 കാര്യം സംഭവിക്കും. ഒന്ന്, ദൈവസ്നേഹം കൂടും. ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്ത് വരണത്? എളിമ വരണത്. ഞാനെപ്പോഴും അതാണ് അവൾ പറയണത്. അതായത് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. ഈശോ പറയാത്ത ചെറുക്കനെ കല്യാണം ഞാൻ കഴിക്കത്തില്ല. 10 ദിവസം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും. എന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ ആ ചെറുക്കൻ എന്നെ വിളിച്ചില്ല. ഇത്രയും നാളെ കുറേ നാൾ വിളിക്കാതിരിക്കുകയല്ലേ? അപ്പോൾ ദൈവഹിതമാണെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന അവൻ എന്നെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും. എന്നിട്ട് എന്താണ്? ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവരും അവനെ. എന്നിട്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ പറയും, നമ്മൾ തമ്മിൽ പിരിയാണ്, ഈ കല്യാണം ദൈവം ആഗ്രഹിക്കണില്ല. അപ്പം ദൈവത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? അതാണ് ഈ മനുഷ്യൻ്റെ ഈ പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടുമ്പോൾ അതിനർത്ഥം അവളുടെ ജീവിത പങ്കാളിയൊക്കെ ഉള്ളവർ ദൈവത്തെ അവൾ സ്നേഹിക്കുന്നു. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, അത് പറഞ്ഞില്ല, അടുത്ത സെക്കൻഡിൽ ചെറുക്കൻ അവളെ വിളിക്കും. ശ്രുതികട ഹല്ലേലൂയ, അതാണ് ആ സാക്ഷ്യത്തിൻ്റെ ഹിറ്റ് എന്ന് പറയണത്. അപ്പം ദൈവം ശ്രദ്ധിച്ചു. മോളെ, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്, നീ വിഷമിക്കില്ലെന്ന് പറഞ്ഞേ. അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, സത്യസന്ധമാണ് നിൻ്റെ ആധ്യാത്മിക ജീവിതമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പഞ്ഞുമില്ല, അതിനൊരു പഞ്ചുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒക്കട്ടെ, കിട്ടിയ കുട്ടി പോയേ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോഴാണ് ദൈവം നമ്മുടെ ഈ ജന്മത്ത് മിണ്ടത്തില്ല. കാര്യം എന്താണ്? നിന്നെ ദൈവം സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെ നീ ലൈനിൽ കൊണ്ടുവരണം. എന്നുവെച്ചാൽ അതിന് ഇപ്പം തന്നെ ഇപ്പം 20:15 വായിച്ചില്ലേ, അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മേരി മഗ്ദലിൻ പറഞ്ഞു, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ എന്താ വിചാരിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മേരി മാഗ്ദലിനോട് പുനരുദ്ധാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. പാഷൻ പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനങ്ങൾ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത് പത്രോസിനോടും അന്ത്രയോസിനോടും യോഹന്നാനോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനോട് പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത ആളാണ് ഇപ്പോൾ വന്നിട്ട് പറയണത് കർത്താവിന് പുനരുദ്ധാനത്തെക്കുറിച്ച് അവർക്ക് ഐഡിയ ഇല്ല. അവൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചുപോയി, ഇപ്പോഴേ അവൻ്റെ ബോഡി കാണാനില്ല. അപ്പം അതുകൊണ്ട് അങ്ങാണ്ട് എടുത്ത് മാറ്റിയെങ്കിൽ എന്നോട് പറയണം. തോട്ടക്കാരനോട് അവൾ പറയും. എന്ത് ചെയ്യണം? എന്തിനാണ് ഇവളോട് പറയണത്? ഞാൻ വന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ടൂറില്ല വിശുദ്ധ കച്ചയെക്കുറിച്ച്, കർത്താവിൻ്റെ പുനരുദ്ധാന കച്ചയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തിന് 140 റാത്തലുണ്ടെന്നാണ്. 140 റാത്തൽ മീൻസ് നമ്മളുടെ ഒരു 70 കിലോ. അപ്പോൾ 70 കിലോ ബോഡിയാണ് ഈശോയുടെ ബോഡി വെയിറ്റ് എന്ന് പറയണത്. അപ്പോൾ ചീർത്ത് കഴിഞ്ഞപ്പോൾ മേരി മാഗ്ദലിൻ പറയണത് എന്താണ്?
ഇപ്പം 3-ാം ദിവസമല്ലേ പറയണത്. അപ്പം ആ ബോഡി ചീർത്ത് കാണും. ആ ചീർത്ത ബോഡി ഇവളൊറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. ഇവക്കൊന്നും കിട്ടത്തില്ല, ദുർഗന്ധം മാത്രമേ കിട്ടത്തുള്ളൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നിനക്ക് നഷ്ടമോ കഷ്ടമോ അപമാനമോ കിട്ടത്തുള്ളൂ നീ മനസ്സിലാക്കിയിട്ട് വീണ്ടും നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. കൈയടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വളരെ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേരി മാഡലിനെ പോലെ സ്നേഹിക്കുക എന്ന അർത്ഥം. എപ്പോഴും ബൈബിൾ പറയുന്ന ഒരു വിളിക്കൊരു വെല്ലുവിളിയുണ്ട്. ബൈബിൾ ഒരു വിളിയും ഒരു വെല്ലുവിളിയും കൂടിയാണ് ബൈബിൾ ഉയർത്തണത്. ഇപ്പോൾ യോഹന്നാൻ 1:38 എന്താ പറയണത്? ആന്ത്രയോസും പത്രോസും കർത്താവിനോട് ചോദിച്ചു, പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴെന്താ ഈശോ പറയണത്? വന്ന് കാണുക. ഇത് തന്നെയാണ് നാഥാന്യനോട് പറയണത്. 1:46 നാഥാന്യൻ ചോദിക്കും, ബിലീവേഴ്സ് ചോദിക്കും, നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഉത്തരം എന്താണ്? വന്ന് കാണുക. ക്രിസ്തുവിൻ്റെ എല്ലാവിധ ആഭിമുഖ്യങ്ങളിലും എൻകൗണ്ടർ വിത്ത് ജീസസിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് വരികയുണ്ട്, പിന്നെ ഒന്ന് കാണുകയുണ്ട്. വരികയും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? വന്നാൽ മാത്രം പോരെ, പിന്നെ എന്താണ്? കാണുകയും ചെയ്യണം. വരിക എന്നുള്ളതും കാണുക എന്നുള്ളതും നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വരികണതിന് കഷ്ടപ്പാടുണ്ടല്ലേ? അതാണ് ഓൺലൈൻ ഉടമ്പടിയേക്കാൾ. ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും ചിലക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്താൽ ഞാൻ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർ കണ്ടോ എന്ന് ഞാൻ തിരക്കും. അവരതിനു വേണ്ടി വ്യയം ചെയ്തോ? അവരതിനു വേണ്ടി അധ്വാനിച്ചോ? അവർ പത്രം വാങ്ങിച്ച് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തോ? രോഗികളെ പോയി കണ്ടോ? നമുക്കറിയത്തില്ല ഓൺലൈൻ ഉടമ്പടി. പക്ഷേ ഓൺലൈൻ ഉടമ്പടി അമ്മ ഹോണർ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും 10ഉം 50ഉം ഓൺലൈൻ ഉടമ്പടിക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ശരിക്ക് സ്പെൻഡ് ചെയ്തവരാണ്, അവർ വന്നവരാണ്, അവർ കണ്ടവരാണ്. രണ്ട് വിഷയമാണ്. വരിക എന്നുള്ളത് കർത്താവിനെ അറിയാനുള്ള ആഗ്രഹമാണ്. കാണുക എന്നുള്ളത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാണ്. അതാണ് ഈ മേരി മാഡലിൻ ചെയ്യണത്. അവൾ വന്നു, പിന്നെ എന്താണ്? കണ്ടിട്ട് എന്ത് പറഞ്ഞു? കണ്ടതിൻ്റെ എൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് വൈസ് എന്താണത്? ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഞാൻ അവനെ സുഗന്ധ പൂശിക്കൊണ്ട് അവൻ്റെ മാന്യതയ്ക്ക് അർഹമായ വിധത്തിൽ ഞാൻ അവൻ വീണ്ടും സംസ്കരിക്കാം എൻ്റെ സ്നേഹത്തോടെ. എന്തോ ഒരു സംഭവമാണ്. ഒന്നും കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കാതലാണ് മേരി മാഗ്ഡലിൻ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി എങ്ങനെ ക്രാക്കാക്കാൻ പറ്റും, ഉടമ്പടി എങ്ങനെ പെട്ടെന്ന് ഫയറാക്കാൻ പറ്റും, അതിൻ്റെ നോഹൗ ജ്ഞാനസൂത്രങ്ങൾ നമ്മൾ പഠിക്കണം ഇതിൻ്റെ അകത്തൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാകും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി പുതുക്കാൻ വേണ്ടി പണ്ടത്തെ ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കണത് അല്ലേ? ഇപ്പോൾ ക്ലാസ് കേൾക്കേണ്ട, കൗൺസിലിംഗ് മാത്രം കൂടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 പുതുക്കുമ്പോൾ ക്ലാസ് കേൾക്കാം. പക്ഷേ പിന്നെ പുതുക്കണമെങ്കിൽ കൗൺസിലിംഗ് മാത്രം കൂടിയാൽ മതി. ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഓരോ ഉടമ്പടി ധ്യാനത്തിലും അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട്. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഉടമ്പടിയുടെ പുതിയ ഭാഗങ്ങളാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അത് കേൾക്കണം നിങ്ങൾ. അത് കേട്ടാൽ മാത്രം പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്യണം. മറ്റുള്ളവരും. അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതാണ്, ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാം. ഇപ്പം ശരി പറഞ്ഞില്ലേ, 1 കീറ് പത്രം കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന്. ഒരു ചെടുത്തി ഇന്ന് ഞാൻ വെളുപ്പിനിട്ട സാക്ഷ്യത്തിൽ കിടക്കണത്, ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങി. എന്തിനാണ്? ഒരു കൃപാസനം പത്രം. നാട്ടിൽ കണ്ട എല്ലാ ആശുപത്രികളിലും ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് ഞാൻ കൃപാസനം തിരക്കി, പത്രം തിരക്കി നടന്നതാണ്. അപ്പോൾ അത്രയും വലിയ ആൾക്കാരാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. എന്നിട്ട് അവർക്ക് കിട്ടിയ പത്രങ്ങളെല്ലാം എടുത്ത് അവർ എല്ലായിടത്തും വിതരണം ചെയ്യുന്നത് ദൈവസ്നേഹത്തോടാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പത്രം കൂടി ചിലവാകാനൊന്നുമല്ല പറയണത്, മറിച്ച് പത്രത്തിൽ കാര്യമുണ്ട്.
കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് വാങ്ങിച്ചു. ഇപ്പോൾ പത്രത്തിൻ്റെ കാലത്ത് പത്രം ആൾക്കാർ അരച്ച് കലക്കി എന്നൊക്കെ പറഞ്ഞ് കള്ളപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങൾ ചെയ്തില്ല. അങ്ങനൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. ഞങ്ങളെല്ലാ ആശുപത്രികളും തിരക്കി എവിടെയാണ് സംഭവിച്ചത്, ആരാണ് ആശുപത്രി, ഇല്ല, ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി സാത്താൻ്റെ പ്രവർത്തനങ്ങളാണത്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളെ ഒന്ന് ഇരുത്താൻ വേണ്ടി സാത്താൻ ചെയ്ത പരിപാടിയാണ്. പക്ഷേ ഇരുന്നോ ഇല്ല. ഇതൊക്കെ പത്രത്തിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇവർ ഇറക്കി വിടുമ്പോൾ 80,000 സബ്സ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 10 ലക്ഷമായി മാറിയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ത്രക്കാഴ്ച എടുത്താൽ മതി. ഇന്ന് ഞായറാഴ്ചയല്ലേ. പണമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ നിന്ന് പണം കിട്ടുമായിരുന്നു. ഇതെന്തുകൊണ്ടാണ് കർത്താവിനെ വെച്ച് പണമൊന്നും ഉണ്ടാക്കാതിരുന്നത്, സ്വസ്ത്രക്കാഴ്ച വാങ്ങിക്കാതിരുന്നത്, യൂട്യൂബിൽ നിന്ന് പണം വാങ്ങിക്കാതിരുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തിന് മനസ്സിലാക്കണം. അവനെ വിറ്റ് നമുക്ക് ആശ വാങ്ങിച്ചിട്ടില്ലെന്ന്. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഇപ്പം അച്ഛൻ പറഞ്ഞ മക്കൾക്ക് മനസ്സിലായില്ലേ? ഈ മേരി മാഗ്ഡലിൻ്റെ ലവ് ഓഫ് ഗോഡ്, ലവ് ഓഫ് ജീസസ്, അതാണ് ഡിഫറെൻ്റ് സ്പിരിറ്റ് എന്ന് പറയണത്. എനിക്ക് നിന്നെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് വെച്ചാൽ ഐ നോ യു, യു ഹാവ് നോ ഡിഫറൻസ് എന്ന് എൻ്റെ അർത്ഥം ബൈബിൾ ഭാഷയിൽ. ഐ നോ യു, യു ഹാവ് നോ ഡിഫറൻസ്. ഒക്കെ വ്യത്യസ്തതയില്ല. ദൈവം എന്താ പറയണത്? മേരി മാഡന് വ്യത്യസ്തതയുണ്ട്. അവളെന്താണ്? അവൾ കർത്താവ് ഉയർത്തുന്നതിനെക്കുറിച്ച് അവൾക്ക് അറിയത്തില്ല. അവൾക്കറിയാവുന്ന കർത്താവ് മരിച്ചു കിടക്കുന്നു എന്ന് തന്നെയാണ്. അവൾക്കറിയാവുന്ന കർത്താവിൻ്റെ ബോഡി മുമ്പത്തേക്കാൾ ചീർത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അവൾക്കറിയാവുന്നത് ആ കർത്താവിനെ താൻ ഏറ്റെടുക്കുകയാണെങ്കിൽ വീണ്ടും തനിക്ക് ദുർഗന്ധം വഹിക്കേണ്ടി വരുമെന്നും അവൾക്കറിയാം. പക്ഷേ എങ്കിലും വീണ്ടും അവൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി കർത്താവിന് വേണ്ടി അവൾ സമർപ്പിതയാകാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ നഷ്ടം സഹിച്ചും കഷ്ടം സഹിച്ചും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ നിൻ്റെ ഉടമ്പടി 6 അല്ല 60 പ്രാവശ്യം അത് കത്തും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടില്ലേ? കഴിഞ്ഞ ഞായറാഴ്ച എന്താ കണ്ടത്? ഉടമ്പടിയിലുള്ള വ്യക്തികൾ വാഗ്ദാനം നാട് പ്രാപിക്കുന്നതിനുള്ള ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത് ഒരു സിംഗിൾ ക്വാളിറ്റിയിലാണ്. എന്താ അതിൻ്റെ ക്വാളിറ്റി? ഗുണമെന്ന് പറയുന്നത് എന്താണ്? മോസസിനോട് കർത്താവ് പറഞ്ഞില്ലേ? എന്താ കർത്താവ് പറഞ്ഞത്? 33:16 പുറപ്പാടിൻ്റെ പുസ്തകം 33:16. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? പറഞ്ഞ അത് പുറപ്പാട് 33:16 മോസസ് പറയണ എന്താണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. We will be different people. എങ്ങനെയാണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഈ വ്യത്യസ്തത എങ്ങനെ വരണത്? ഈ വ്യത്യസ്തത വരണത് ലവ് ഓഫ് ഗോഡിൽ നിന്നാണ് വരണത്. നിങ്ങൾ വ്യത്യസ്തരാണോ അല്ലയോ? ഇപ്പോൾ സംഖ്യാപുസ്തകം വായിച്ചേ 14:24. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സംഖ്യ 14:24.
എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാലേബിനോട് എന്താ പറയണത്? അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ ഉറ്റുനോക്കിയെന്നല്ല, ഒറ്റുനോക്കിയത്. ആരെ നോക്കി വെച്ച, അവൻ നോക്കി വെച്ച ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. നോക്കി വെച്ച ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ നിയോഗങ്ങൾ. കഴിഞ്ഞ ആഴ്ച അതാ പറഞ്ഞത്. നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന നിയോഗങ്ങളില്ലേ? അൽഫിയയെ കൊണ്ടുപോയത് എങ്ങോട്ടാ? UK അവൾ നോക്കി വെച്ചിരിക്കണത്. അവൾക്ക് എന്താ പ്രശ്നം? അവളുടെ പ്രശ്നം എന്താ? അവൾക്കുടെ സാകപ്പടയുള്ള സ്ഥലം 8 കൊല്ലമായിട്ട് ബാങ്കിലാണ്. അതാണ് അവളുടെ അവസ്ഥ. അതാണ്. പക്ഷേ അവൾ നോക്കി വെച്ച സ്ഥലത്തേക്ക് ദൈവം അവളെ കൊണ്ടുപോയി. 38 ലക്ഷം രൂപയ്ക്ക് പകരം വെറും 3 ലക്ഷം രൂപയെ കൊണ്ടുപോയി. അതാണ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അത് വാഗ്ദാനമാണ്. എന്താ കാര്യം എന്താണ്? അത് 13:24-13 ടേക്ക് ദ ബെഡ് ഓഫ് ജോഷുവ 23:13-24 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ സ്തുതി യേശുവേ ആരാധന ആരാധന. ജോഷുവ 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. ഇത് പ്രൊവിഷൻസ് ഉള്ളതാണ്. ഉടമ്പടി പ്രൊവിഷൻസിലുള്ളതാണ്. നമ്മളുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് നമ്മൾ നേടുന്നതിന് 10 ഇരട്ടിയാണ്. 38 ലക്ഷം രൂപ ആവശ്യമുള്ള ഒരു വിദേശ പഠനത്തിന് വെറും 3 ലക്ഷം രൂപ കൊണ്ട് അവൾ കയറിപ്പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോഴേ നീ നോക്കി വെച്ച, അതാണ് കലേബിനോട് കർത്താവ് പറഞ്ഞത്, നീ നോക്കി വെച്ച ഭൂമിയിലെ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്താ കാരണം? നിന്നെ നയിച്ച അരൂപി വ്യത്യസ്തമാണ്. നിങ്ങളെ നയിക്കുന്ന അരൂപി മേരി മെഡലിനെ പോലെയുള്ള കട്ടവും നട്ടവും അപമാനവും സഹിച്ചുകൊണ്ടും ദൈവത്തെ സ്നേഹിക്കാനുള്ള അരൂപി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്. ഇത് നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. എങ്ങനെ ഡിഫറെൻ്റ് ആകാൻ പറ്റും? ഹൗ വി ക്യാൻ ബി ഡിഫറെൻറ്റ് പീപ്പിൾ ബി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് വിത്ത് എ ഡിഫറെൻറ്റ് ലവ്. സാധാരണ കോമൺ ലവ് അല്ല. ഓർക്കുക, കോമൺ ലവിൽ സാധാരണ ഉടമ്പടി കറക്റ്റാകത്തില്ല. ഡിഫറെൻറ്റ് ലവ് വേണം. നിങ്ങൾ പലപ്പോഴും ഉടമ്പടി എടുത്ത് ദൈവത്തെ പറ്റിക്കാണ് നോക്കണത്. മറ്റുള്ളവരെ കൊണ്ട് ജയിക്കുക പണി. അതിലെ പ്രശ്നിക്കണത്. ദൈവം നിങ്ങൾ ഡിഫറൻസ് കാത്തിരിക്കുമ്പോൾ നിങ്ങൾ അമ്മയെ കൊണ്ട് പത്രം കൊടുപ്പിക്കും, മറ്റുള്ളവരെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കും. അവത് നിങ്ങൾ പണ്ട് പോലെ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യിക്കും. PhD നാട്ടുകാരെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാശ് കൊടുത്തിട്ട് പ്രോജക്റ്റ് കൊണ്ട് യൂണിവേഴ്സിറ്റി കൊടുക്കും. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഉടമ്പടി നടക്കത്തില്ല. ഇത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അവളെന്താ പറഞ്ഞത്? ഞാൻ ആളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ചുമട്ട് തൊഴിലാളികളെ കൊണ്ടുവന്ന് എടുപ്പിച്ച് കർത്താവിനെ കൊണ്ട് പോകാമെന്നാണ് മേരി മെഡലും പറഞ്ഞത്. അല്ല, ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന്. കൈയിടിച്ച് സുഖിട്ടല്ലേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എപ്പോഴും ഫയർ ആകണത് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റിലാണ്. അത് ഓർത്തേക്കണം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ സ്പിരിറ്റ് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി എപ്പോഴും കമ്പാരറ്റീവായ ലവാണ്. ഇപ്പം അത് സെൻറ്റ് പീറ്ററിനോട് ചോദിക്കും, ശിമയോൻ പറ യോനയുടെ പുത്രനെ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ ചോദ്യം എന്താണ്? ഡു യു ഹാവ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് ഓഫ് ലവിങ് മീ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൽ വ്യത്യസ്തതയുണ്ടോ? നീ എൻ്റെ ദൈവ പൈതലാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കുക. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ,
ഒരുമിച്ച് പാടുക എല്ലാവരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. H1B എന്ത് വിസ കിട്ടിയ ഡീന മറിയമില്ലേ, അവിടെ ഡിഫറൻസ് എന്താ? അവർ മറ്റ് വ്യത്യസ്തകളിൽ നിന്ന് എങ്ങനെയാണ് അവിടെ സ്പിരിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കണത്? അവർ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേട്ടപ്പോൾ, ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ അവിടെ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ടൈം ദൈവത്തോടു കൂടി ഇരിക്കാനുള്ള ഏറ്റവും വലിയ ടൈം വെളുപ്പിന് 3:30 മണിയാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു 3:30 മണിക്ക്. ഞങ്ങൾ 3 പേരും 4 പേരും കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതാണ് സ്പിരിറ്റ്, ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഡിഫറെൻറ്റ് സ്പിരിറ്റ്. ഈ 7.5 ലക്ഷം വിസയിൽ നിന്ന് ഈ ഡീന മറിയം പറയുന്ന അതേ ടൈമിൽ ആ വിസ പ്രോസസ്സിങ് ദൈവം ഏറ്റെടുക്കാൻ കാരണം എന്താണ്? അവളെ നയിച്ച അരൂപി ഡിഫറൻ്റ് ആയിരുന്നു. എല്ലാവരും പോത്തുപോലെ കിടന്ന് ഉറങ്ങുമ്പോഴേ 5:30 എഴുന്നേക്കാൻ പറയുമ്പോൾ 7 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോഴേ അതിനേക്കാൾ വ്യത്യസ്തമായൊരു സ്പിരിറ്റാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്കറിയാവില്ല കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചുള്ള അവസ്ഥ എന്താ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ 3 മണിക്ക് വെളുപ്പിന് എഴുന്നേൽപ്പിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ കുടുംബത്തോടെ ഇന്ന് കർത്താവിൻ്റെ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ കരിയണമേ, ഞങ്ങൾ അങ്ങോട്ട് തിരുസന്നിധി വെച്ചിട്ട് ഡേറ്റിനോ നീ ഓണർ ചെയ്യണമേ എന്ന്. കർത്താവ് ഓണർ ചെയ്തു. എന്താണ്? ഐ നോ യു, ഐ നോ കലേബ്, ഐ നോ മാസ്റ്റേഴ്സ്, ബിക്കോസ് ദ സ്പിരിറ്റ് ലീഡ്സ് യു ഇസ് എ ഡിഫറെൻറ്റ്. നിന്നെ നയിക്കുന്ന അരൂപി ഡിഫറെൻ്റാണ്. ദൈവപൈതലെ ദൈവസ്നേഹത്തിൻ്റെ കാര്യത്തിൽ മേരി മാഡലിനെ പോലെ, കലേബിനെ പോലെ, മോസസിനെ പോലെ ദൈവസ്നേഹത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, സമർപ്പണത്തിൻ്റെ കാര്യത്തിൽ നിന്നെ നയിച്ച അരൂപി മറ്റ് വ്യക്തികളെക്കാൾ വ്യത്യസ്തമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നിൻ്റെ ഉടമ്പടി ഫയറാകുന്നത് കാണാം. കൈയിടി ശ്രുതികട ഹല്ലേലൂയ. ഒരുമിച്ച് എഴുന്നേൽക്ക് സന്തോഷത്തോടെ. സന്തോഷത്തോടെ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ,
സന്തോഷത്തോടെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തീർത്ഥാടന ഉടമ്പടിയായിട്ട് കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും, ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ മക്കളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന് അണിപ്പെടുത്താറുന്ന അത്ഭുതകരം വെക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിപ്പിടുന്ന പോലെ വൈദ്യാക്കാലം ദൈവികമായ ശക്തി കർത്താവേ, ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ പടരട്ടെ, അടരട്ടെ, പടരട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സന്തോഷമായി നിൽക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ത്വക്ക് രോഗികളെ, മുടി കൊഴിയുന്നവരെ, ത്വക്ക് രോഗികളെ, മുടി കൊഴിയുന്നവരെ, സിസ്റ്റുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, തലച്ചോറിന് സിസ്റ്റുള്ളവരെ, തലച്ചോറിന് ബ്ലോക്കുള്ളവരെ, എല്ലാ PCOD രോഗികളെ, RSS രോഗികളെ, പിസ്റ്റുല രോഗികളെ, കർത്താവ് ഗർഭപാത്രമില്ലാത്തവരെ, ഗർഭപാത്രത്തിൻ്റെ ബ്ലീഡിംഗ് ഉള്ളവരെ, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഗർഭനാളുകളില്ലാത്തവരെ, മക്കളില്ലാത്തവരെ, കർത്താവ് നടുവേദന ഉള്ളവരെ, കിഡ്നി രോഗികളെ, കരരോഗികളെ, ഹൃദയ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ടോൺസിലൈറ്റിസ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം അടിപ്പിണർ പോലെ വൈദ്യാക്കാലം പോലെ ദൈവിക ശക്തി അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങളെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെട്ടുകൊണ്ട് നാഥാവരണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, വീട് വെച്ചിട്ട് പകുതിയായി പോയിട്ട് പണമില്ലാതെ കടമായവരെ എല്ലാം കർത്താവ് സ്പർശിക്കുന്ന ദർശനങ്ങളിലൂടെയാണ് സന്ദേശം നൽകുന്നത്. അവരെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന സമയമുണ്ട്. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, അതുപോലെ തന്നെ സഞ്ചരിക്കാനും വാഹനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന വേദനിക്കുന്നവർ, കർത്താവ് ജോലി ഇല്ലാത്തവർ, അതുപോലെ വിസ പ്രോസസ് നടക്കാത്തവർ, വിദേശത്ത് പോകാൻ പറ്റാതെ വരുന്നവർ, നാട്ടിൽ പണി ചെയ്യാത്തവർ, പണി ഇല്ലാത്തവർ, അതുപോലെ തന്നെ PSC ടെസ്റ്റ് അതുപോലെയുള്ള ടെസ്റ്റുകൾ എഴുതിയതിനു ശേഷം യാതൊരു വിധത്തിലും ജോലി അവിടെയുമില്ല ഇവിടെയുമില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ സങ്കടപ്പെടുന്നവർ, വിവാഹ തടസ്സമുള്ളവർ, മക്കൾ ഇല്ലാത്തവർ, എല്ലാ തരത്തിലും കർത്താവ് കേസിലാക്കപ്പെട്ടിരിക്കുന്നവർ, വഴക്കിലാക്കപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലും കേസിലും ജയിലിലുമായി പോയവർ, അതുപോലെ ജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, അതുപോലെ തന്നെ വൈവാഹികത്തോട് തകർച്ചയുള്ളവർ, ഇങ്ങനെ എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ തിരുമുറുമാർന്ന വലതുകരം, അപ്പം മാതാവിൻ്റെ മാധ്യസ്ഥത, എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും രക്തസാക്ഷികളും മാധ്യസ്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് യേശുനാമം ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ.
10 മുട്ടുനിന്ന് മൗനപ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 10 മുട്ടുനിന്ന് അച്ഛൻ ഏതെങ്കിലും കാരണവശാൽ സൂചിപ്പിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക.